നമസ്കാരം, നദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഐസ്ക്രീമാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. 5 രൂപയുടെ ബൂസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ നല്ല സ്വാദുള്ള ഐസ്ക്രീം ഉണ്ടാക്കാം നമുക്ക് നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതുடன் നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. വീഡിയോയിലേക്ക് പോകാം. പാൻ ചൂടാക്കാൻ വെക്കാം. അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്യണം. തീ വളരെ കുറച്ച് വെക്കണം. ഞാൻ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. ഇതിന് പകരം മൈദയോ അരിപ്പൊടിയോ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിനകത്തേക്ക് കുറേശ്ശെ പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. പാൻ ചൂടാക്കാൻ വെക്കാം. അതിനകത്തേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കണം. ഇതിനകത്തേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 കവർ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. 1 കവർ ബൂസ്റ്റാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം മാവ് എടുക്കുമ്പം 1.5 ടേബിൾ സ്പൂൺ മാവ് എടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ കട്ടകളൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നമില്ല. നമ്മളത് മിക്സിക്കകത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടേ ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കത്തുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇത് നല്ലപോലെ തണുത്ത ശേഷം ഒരു ബ്ലെൻഡറിനകത്തേക്ക് മാറ്റി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. 2 മിനിറ്റ് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഫ്രീസ് ചെയ്യാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. രണ്ട് മണിക്കൂർ നല്ലതുപോലെ ഫ്രീസ് ചെയ്തെടുക്കണം. 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതൊന്നും കൂടി നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 8 മണിക്കൂർ ഫ്രീസ് ചെയ്യാനായി വെക്കണം. ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്കൂപ്പ് ചെയ്തൊരു ബൗളിലേക്ക് ഇടാം. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.